കുറച്ചു നേരം നിശബ്ദനായിട്ടിരിക്കാം. വണ്ടിയുടെ ശബ്ദവും മാറുന്ന ഗിയറും നോക്കി ഏതാണ് വണ്ടി എന്ന് പറഞ്ഞൊരു ബാല്യം ഉണ്ടായിരുന്നല്ലോ നമുക്ക്. നിങ്ങൾ പറയൂ, ഇതേതാ, 1 ലിറ്റർ ആണോ 1.5 ആണോ? ഇപ്പോൾ നമ്മൾ പോകുന്നത് ഏറെക്കുറെ 1600 1700 RPM. നമ്മുടെ മുന്നിലൊരു മെഴ്സീഡീസ് ബെൻസ് പോകുന്നുണ്ട്. പുള്ളി ലൈറ്റൊക്കെ ഇട്ട് വന്നാൽ പുള്ളി ഇപ്പോൾ സ്ലോ ആയതുകൊണ്ട് ഇനി പുള്ളി പറഞ്ഞു കൂട്ടോ. കാരണം പുള്ളിയുടെ ഈഗോ ഞാൻ ഹർട്ട് ചെയ്തു. ഹോൺ അടിച്ചുകൊണ്ട് ഈഗോ ഹർട്ട് ചെയ്തിട്ടുണ്ട്. പോയി നേരത്തെ ലൈറ്റൊക്കെ ഇട്ട് കയറി പോകാം. ഓക്കെ, സ്കോഡയുടെ കുശാക്ക് പുതിയത് വന്നപ്പോൾ നമ്മൾ ടൈഗുണിനെ പ്രതീക്ഷിച്ചു. ടൈഗുണും വന്നു. ഇന്ന് എൻ്റെ കൂടെ ആ വണ്ടിയുണ്ട്. ദേ പുതിയ ടൈഗുൺ വന്നപ്പോൾ ചിലരെങ്കിലും പറഞ്ഞു ടൈഗുണിന് വിക്ടോറിയസ്, മാരുതി സുസുക്കിയുടെ വിക്ടോറിയസുമായിട്ടൊരു ചായ ഉണ്ടെന്ന്. നിങ്ങളൊന്ന് തിരിച്ചു ചിന്തിച്ചേ. വിക്ടോറിയസിന് ശരിക്കും പറഞ്ഞാൽ ഫോക്സ്വാഗണിൻ്റെ ചായ അല്ലേ? വിക്ടോറിയസ് ഇറങ്ങിയ സമയത്ത് നമ്മളിൽ പല ആളുകളും പറഞ്ഞിട്ട് വിക്ടോറിയസിന് ഒരു ചെറിയ യൂറോപ്യൻ വണ്ടിയുടെ ചായ ഉണ്ട്, അതായത് ഫോക്സ്വാഗണിൻ്റെ ചായ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ഈ വണ്ടി കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഏറെക്കുറെ ടിഗ്വാൻ ആർലൈനിൻ്റെ മുൻവശത്തിനോട് ഒരു സാമ്യമൊക്കെ വണ്ടിക്കുണ്ട്. അപ്പോൾ എന്തായാലും ടൈഗുൺ വന്നേക്കുന്നത് ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസും വലിയ ഒരു മെക്കാനിക്കൽ അപ്ഡേറ്റുമായിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് M7, അതായത് 8ാമത്തെ ഗിയറിലേക്ക് എത്തിയിട്ടില്ല. 8ാമത്തെ ഗിയറിലേക്ക് എത്തുന്നത് ഏറെക്കുറെ 74-75 കിലോമീറ്റർ സ്പീഡിലാണ്. അപ്പോൾ ഇത് 1 ലിറ്റർ ടൈഗുണാണ് വിത്ത് 8 സ്പീഡ് ടോർക്ക് മോട്ടർ കേട്ടോ. M8 73 കിലോമീറ്ററിൽ നമ്മൾ 8ലെത്തി. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ഏറ്റവും കൂടിയ ഗിയറിൽ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ എന്താ ഗുണം? എഫിഷ്യൻസിയാണ്. അപ്പോൾ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല എഫിഷ്യൻസിയാണ് എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. കാരണം ഞാൻ കുറേ നേരം ഓടിക്കുന്നുണ്ട്. ഇപ്പോഴും 13.8 കാണിക്കുന്നുണ്ട്. അത് കുറച്ച് കാലോട് കുറച്ച് മെല്ലെ ഓടിച്ചു അങ്ങനെയാണ്. അപ്പോൾ ഇത് M ഇടാനുള്ള കാരണം എന്ന് പറയുന്നത് M ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് ഒരു ഗിയറിലാണ് പോകണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒന്ന് കാല് എടുത്തോട്ടെ, ത്രോട്ടിൽ നിന്ന് ഡൗൺ ചെയ്യുന്നത് ഏതൊരു സ്പീഡിലാണെന്ന് അറിയാലോ. 70, 69, 67, 68, 64. ഓക്കെ, അപ്പോൾ 64ൻ്റെ മുകളിൽ നമ്മൾ 8ാമത്തെ ഗിയറിലാണ്. മാന്യമായിട്ട് ഓടിക്കുകയാണ്. നല്ല ഹൈവേ ആണെങ്കിൽ കേട്ടോ. ഞാൻ പറഞ്ഞ കേട്ടതിലും അല്ലെങ്കിൽ നല്ല സ്ഥലത്തൊന്നുമല്ല. ഇനി സ്പോർട്ട് മോഡാണെങ്കിൽ കുറച്ചും കൂടി കൂടും. അതായത് ഈ ഷിഫ്റ്റിംഗ് പോയിന്റ് മാറും. 1800 എന്നുള്ളത് 2000 തന്നെ ആവുന്നതാണ്. ഫോക്സ്വാഗണിൻ്റെ ടൈഗുണിനെയും കാണാൻ നല്ല ഭംഗി വെച്ചിട്ടുണ്ട് മുൻവശത്തിന്. അതിന് താങ്ക്സ് പറയേണ്ടത് ആ ഹെഡ്ലൈറ്റിൻ്റെ നടുവിലത്തെ ആ ഒരു മാറ്റം വന്ന ഗ്രില്ലിനുമാണ്. മുന്നിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ആ ഗ്രില്ലിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് 360 ക്യാമറ പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോഴേ, മുകളിലേക്ക് നോക്കുമ്പോഴേ ഫോക്സ്വാഗൺ ടൈഗുണിന് സൺറൂഫ് വന്നു. അതും പനോരമിക് സൺറൂഫ്. വശങ്ങളിൽ പറയാൻ മാത്രമുള്ള മാറ്റമൊന്നുമില്ല. 1 ലിറ്ററിന് ഡ്രമ്മാണ് ബ്രേക്ക്, പക്ഷേ 1.5 അത് ഡിസ്ക് ബ്രേക്കാണ്. പിൻവശത്ത് ആ ബമ്പറിൽ ചെറിയ മാറ്റം കാണാണ്ട്. പിന്നെ ടെയിൽ ലാമ്പുകൾക്കാണ് മാറ്റം. ടെയിൽ ലാമ്പ് കണക്റ്റായി അതിൻ്റെ ഡിസൈൻ എലമെൻറ്റൊക്കെ കാണില്ലേ. ഓക്കെ, ഇത്രയുമാണ് മാറ്റമായിട്ട് പറയാനുള്ളത്. മാറ്റമില്ലാത്തത് മാറ്റമാണെന്ന് പറയില്ലേ ടൈഗുൺ TSI. ടൈഗുൺ വന്നേക്കുന്നത് 8 സ്പീഡ് ഗിയർ ബോക്സ് വേണ്ട. ഈ 8 സ്പീഡ് നമ്മൾ സ്കോഡയുടെ ലോഞ്ചിൻ്റെ അന്ന് നമ്മൾ കണ്ടു. അതായത് ഗിയർ ബോക്സ് പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗിയർ സിസ്റ്റം ഒക്കെ നമ്മൾ കണ്ടു. നമ്മൾ പ്ലാനറ്ററി ഗിയർ സിസ്റ്റം കണ്ടു. ഞാൻ റീലൊക്കെ ഉണ്ടാക്കി. നിങ്ങൾ റീൽ കണ്ടിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് വണ്ടിപ്രാന്തൻ ഒഫീഷ്യലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റീൽ കാണാൻ പറ്റും. അതിൽ എന്താ കാര്യങ്ങളെന്ന് അറിയാൻ പറ്റും. ഇത് സ്കോഡയിൽ വന്നു. സ്കോഡ കുശാക്കിൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഏസിൻ്റെ AQ300 ആണ്. ഇനി പല വണ്ടികളും നമുക്കിത് കാണാൻ പറ്റും. അതായത് ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ ഉണ്ടായിരുന്ന പോലെ നാഷണൽ എഞ്ചിൻ എന്ന് ഇന്ത്യയുടെ ഒരു നാഷണൽ എഞ്ചിൻ നമ്മൾ അവിടെ എഞ്ചിനെ വിളിച്ചിരുന്ന പോലെ നാഷണൽ ഗിയർ ബോക്സ് നമ്മൾ വിളിക്കുന്നത് ഏസിൻ്റെ ഗിയർ ബോക്സാണ്. കാരണം ഒരുപാട് വണ്ടിക്ക് ഏസിൻ്റെ ഗിയർ ബോക്സാണ്. അപ്പോൾ ഈ ഒരു AQ300 എന്ന് പറഞ്ഞ ഗിയർ ബോക്സിന് പല വണ്ടികളും കാണാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈവൻ DSG അതായത് DQ200 വരെ മാറ്റിയിട്ട് നമുക്കിത് AQ300 ആക്കാൻ പറ്റുന്നതാണ് സ്കോഡയും ഫോക്സ്വാഗണൊക്കെ പറയുന്നത്. വരട്ടെ വരാതിരിക്കട്ടെ, അതൊക്കെ നമുക്ക് ആദ്യത്ത് കാണാം. എന്തായാലും ഈ വണ്ടിയിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമായിട്ട് കാണുന്നത് ഇതിൻ്റെ ഡ്രൈവബിലിറ്റി തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മുന്നേ വളരെ മെല്ലെ ഓടിക്കുമ്പോൾ അത്രയും ആ ഒരു സ്പീഡിൽ അത് എത്തി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, അതായത് 64 കിലോമീറ്ററിന് മുകളിൽ M8 ആണെന്ന് പറയുമ്പോൾ മാനുവൽ മോഡ് 2 ഷിഫ്റ്റ് ചെയ്തു. കാല് കൊടുത്താൽ ദേ പറന്ന് കയറി പോകുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ പറന്നു കയറി പോകുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ വണ്ടി ഫൺ ഫാക്ടർ ഉള്ള ഒരു വണ്ടിയാണെന്ന് കൂടി പറയേണ്ടി വരും. അതായത് ഈ ഒരു ഫോക്സ്വാഗൺ ടൈഗുൺ എന്ന് പറയുന്നത്, ഈ ഒരു 1 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് ഫണ്ണാണ്, അത് ഉറപ്പാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫൺ ഫാക്ടർ, ഒരു കാര്യം എന്ന് പറയുന്നത് എഫിഷ്യൻസി, പിന്നെ മാറ്റം എന്ന് പറയുന്നത് ഗിയർ ബോക്സ്. കഴിഞ്ഞു. വീഡിയോ വേണമെങ്കിൽ ഇവിടെ നിർത്താം നമുക്ക്. ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. പക്ഷേ അതുപോരാ, കുറച്ചുകൂടി കാര്യം പറയണം. കാരണം ടൈഗുൺ നമ്മൾ ഓടിച്ചിട്ട് ഇപ്പോൾ കുറച്ചായി. അതുകൊണ്ട് തന്നെ ഈ പുതിയ 2026 ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ മാറ്റങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഫീച്ചേഴ്സ് കാര്യമായിട്ടില്ല. ഇപ്പോൾ കിയ, ഹുണ്ടായി,
മാരുതി സുസുക്കി അങ്ങനെയുള്ള വണ്ടികളോട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്തൊന്നുമില്ല. 360 ക്യാമറ ഇല്ല, അഡാസ് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതൊരു എൻജിൻ ഗിയർ ബോക്സ് ഉള്ള, അതായത് ഫങ്ഷൻ ഓവർ ഫോം എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. ഇപ്പോൾ അഡാസ് ഫങ്ഷനാണോ ഫോമാണോ? അഡാസും ഫങ്ഷനാണ് മാൻ. ഓക്കെ, എന്തായാലും വണ്ടി ഓടിക്കാനായിട്ട് ഫൺ വേണം. കാല് കൊടുത്താൽ കയറി പോകണം, ചവിട്ടാൻ നിൽക്കണം, സൈഡാക്കിയിട്ട് വീട്ടിൽ പോകണം. അത്രേ ഉള്ളൂ. എങ്കിലാണ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ നമുക്ക് മേക്ക് സെൻസ് ആവുക. അതായത് എൻജിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് ആവശ്യം, ബാക്കിയുള്ളതൊക്കെ കല്ലുവലി. അങ്ങനെയാണെങ്കിൽ ഫോക്സ്വാഗൺ ടൈഗൺ ഒരു നല്ല ഓപ്ഷനാണ്. ഈ ഫോക്സ്വാഗൺ ടൈഗൂണിലെ ഡാഷ്ബോർഡ് എനിക്ക് ഇഷ്ടമാണ്. കുശാക്കിനേക്കാളും എനിക്കിഷ്ടം ടൈഗൂണാണ് ആ ഒരു കാര്യത്തിൽ. ഡാഷ്ബോർഡിനുള്ള ഒരു മെറ്റൽ ഇൻസെറ്റൊക്കെ കാണാണ്ട്, അല്ലെങ്കിൽ മെറ്റൽ ഇൻസെറ്റ് ബോൾഡ് ഇൻസെറ്റൊക്കെ കാണാണ്ട്. പിന്നെ അതെ സ്റ്റിയറിംഗ് വീല്, ഇതിൽ പാഡ് ഷിഫ്റ്റ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സീറ്റിന് വിടുത്തൊരിത്തിരി കുറവാണ്. പിന്നെ സീറ്റിൽ ആ ഊട്ടകൾ കാണാം, അല്ലെങ്കിൽ ഓട്ടകൾ കാണാം, അതായത് വെന്റിലേറ്റർ സീറ്റാണത്. ഈ സീറ്റിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതാണ് ടൈഗൂണിൻ്റെ ക്ലസ്റ്റർ. നിങ്ങൾ ക്ലസ്റ്റർ നോക്കിയേ, എൻജിൻ ടെമ്പറേച്ചറും അല്ലെങ്കിൽ ഫ്യൂവൽ മീറ്ററും കാണാം. ഇനി ഇതിനുള്ളിലൂടെ കൈ പിടിച്ച് കഴിഞ്ഞാൽ വ്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറും. അതായത് ഫുൾ സ്ക്രീനിൽ മാപ്പ് കാണിക്കുന്ന ഒരു ഓപ്ഷനൊക്കെ കാണാണ്ട്. പിന്നെ ഇതിനകത്ത് ഇൻഫർമേഷൻസ് മാത്രമുള്ള ഒരു സ്ക്രീനും കാണാം. ഇവിടെ നമുക്കിതിൻ്റെ ഒരു ഉള്ളിലൂടെ കൈ പിടിച്ചാലേ വണ്ടിയുടേതായിട്ടുള്ള കാര്യങ്ങൾ, വെഹിക്കിൾ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഡാറ്റ, നാവിഗേഷൻ്റെ ഒരു കാര്യം, കോമ്പസ്, അല്ലെങ്കിൽ ഓഡിയോ, ടെലിഫോണി കാര്യങ്ങൾ ഒക്കെ കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നതേ ഈ വണ്ടിക്കകത്ത് കാലികമായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു ക്ലസ്റ്റർ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും കുത്തിവരച്ചില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ക്രീനാണ്. ഇവിടെ ESP ഓഫ് ചെയ്യാൻ ഓപ്ഷൻ കാണാം, പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്യാൻ ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് AC കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. പിന്നെ സെറ്റിങ്സ് കേട്ടോ, സ്ക്രീൻ ഓഫ്, ഓഡിയോ കണക്റ്റ്, വാലേ മോഡ്, പ്രൊഫൈൽ, ലൈറ്റ്സ്. ഇനി ആപ്സ് എന്ന് പറയുന്നത് ഞെക്കി കഴിയുമ്പോൾ ആപ്സിൻ്റെ സെറ്റിങ്സ് കാണാം. ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊന്നും കാണില്ല, ലോഗിൻ ടു രജിസ്റ്റർ ആണ്. അത് ഫോക്സ്വാഗണിൻ്റെ ഒരു ആപ്പിലേക്കുള്ള ഓട്ടമാണ്, അല്ലെങ്കിൽ പോക്കാണ്. അപ്പോൾ എന്തായാലും വളരെ ലളിതമായിട്ടുള്ള എന്നാൽ ഇൻറ്റ്യൂറ്റീവായും റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണെന്ന് പറയാം. ഇതിന് ടച്ചൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 360 ക്യാമറ ഇല്ലാത്തൊരു കുറവ് തന്നെ കേട്ടോ ഇന്നത്തെ കാലത്ത്. പക്ഷേ അവർ വെന്റിലേറ്റർ സീറ്റ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? AC, വയർലെസ് ചാർജിങ് പാഡ് ഉണ്ട്. പിന്നെ അവിടെ ചെറിയ പോർട്ടുകൾ കാണാം. ഇതാണ് 8 സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഡ്രൈവ്, സ്പോർട്സ് മോഡ്, മാനുവൽ. ഓക്കെ, ഇതിന് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് അല്ല, അതുകൊണ്ട് തന്നെ ഓട്ടോ ഹോൾഡ് പോലുള്ള കാര്യങ്ങൾ കാണില്ല. പിന്നെ ഇവിടെ ഈ ഒരു കാര്യം നമ്മൾ സ്കോഡെ കണ്ടിട്ടുണ്ട്, കുപ്പിയെ പിടിച്ച് നിർത്തുന്ന കുത്തുകളാണത്. പക്ഷേ റബ്ബർ അല്ല കേട്ടോ. പിന്നെ ഒരു ആംബ്രസ്റ്റ് ഉണ്ട്. ഇതാണ് ഫോക്സ്വാഗൺ ടൈഗൂണിൻ്റെ കീ. ഇതൊരു ഫ്രെയിംലെസ് മിറർ പോലെ തോന്നുന്നുണ്ടോ? ഇല്ല, ഫ്രെയിം ഉണ്ട് ഇതിന്. ഓക്കെ, ഇതാണ് സൺറൂഫ് കൺട്രോൾസ്. ഓക്കെ, ടൈഗൂൺ ഗോട്ട് സൺറൂഫ്. ഇവിടെ ഈ കർട്ടൻ ഉണ്ടല്ലോ സൺറൂഫിൻ്റെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്ന ഒരു ബട്ടൺ കൊടുത്ത് നല്ല കാര്യമായിട്ടേക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ നിങ്ങൾ ഏത് വണ്ടി മേടിക്കും? 1.5 DSG മേടിക്കോ, 1 ലിറ്റർ ടോർക്ക് കൺട്രോൾ മേടിക്കോ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ 1 ലിറ്റർ ടോർക്ക് കൺട്രോൾ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരാവും. കാരണം ഇതിൻ്റെ ഫൺ ഫാക്ടർ കൂടിയ വണ്ടി എന്ന് പറയുന്നത് 1.5 തന്നെയാണ് ഏനിയുടെ. അതിൻ്റെ 7 സ്പീഡ് DSGയും ആ ഒരു 1.5 എഞ്ചിനും കൂടി ചേരുമ്പോൾ 148 BHP പവറാണ്. 148 BHP പവർ, 250 ന്യൂട്ടൺ ടോർക്കുമുണ്ട്. ഈ പവർ ടോർക്ക് ഫിഗറുകൾ മാത്രം മതി കുറച്ച് കൂടുതൽ കാശ് കൊടുത്താലും 1.5 എടുക്കാനെന്ന് പറയാൻ. പക്ഷേ DQ200ൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ, അതായത് ആ ഒരു ഗിയർ ബോക്സിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ എടുക്കുന്നതുകൊണ്ട് 7 ഇയേഴ്സും അല്ലെങ്കിൽ 5+ ഇയേഴ്സ് വാറണ്ടിയൊക്കെ ഉള്ള ആ കാര്യം വലിയ വിഷയമല്ല. എന്നിരുന്നാൽ കൂടി കുറച്ചുകൂടി നമുക്ക് ഒരു സമാധാനമായിട്ട് ഓടിക്കാനാണ്, കുറച്ചുകൂടി നമുക്ക് പ്രശ്നങ്ങളില്ലാണ്ട് തലവേദന ഇല്ലാണ്ട് ഓടിക്കാനാണ് ടോർക്ക് കൺവേർട്ടർ മതി കേട്ടോ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതാണ് നിങ്ങളുടെ ഒരു ചോയ്സ് എന്ന് പറയുന്നത്. 1 ലിറ്റർ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോക്സ്വാഗൺ പോളോ 1.2 TSI ഉണ്ടായിരുന്നു. അത് 1 ലിറ്റർ ആയപ്പോൾ ടോർക്ക് കൺവേർട്ടർ DSG വന്നിട്ട് അങ്ങനെ ഓടിക്കുമ്പോഴും ആ ഒരു വണ്ടി ആയപ്പോഴും നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ബെറ്റർ എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ് 1.2-നേക്കാളും. അതിന് കാരണങ്ങളുണ്ട്. കാരണം കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സിലിണ്ടർ പോയി, 200 cc കുറഞ്ഞു, പക്ഷേ അതിന് പവർ നമ്പേഴ്സ് കൂടി, അതിൻ്റെ റിഫൈൻമെൻറ്റ് കുറച്ചുകൂടി കൂടി. ഇപ്പോൾ 3 സിലിണ്ടർ എഞ്ചിനായിട്ട് കൂടി എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല റിഫൈൻമെൻറ്റ് ഉണ്ട്. നമ്മളിനകത്ത് ഇരിക്കുമ്പോൾ സ്കോഡ കുശാക്കുമായിട്ട് കമ്പാരിസൺ വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയേക്കാൾ കൂടുതൽ റിഫൈൻഡ് ഈ വണ്ടിയാണ്. ഇതിൻ്റെ പാക്കേജിങ് അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ ഇതിന് NVH കൺട്രോൾ ചെയ്തൊക്കെ കുറച്ചുകൂടി നല്ലതാണ്. അതായത് വണ്ടി കൂടിയ RPM നമുക്ക് ഇതിൻ്റെ ഒന്നും ഡൗൺ ചെയ്യട്ടെ, കൂടെ RPM നമുക്ക് ഇതിൻ്റെ സൗണ്ട് അകത്തേക്ക് കേൾക്കുമെങ്കിലും അതൊരു ഇമ്പമുള്ള രസമുള്ള സൗണ്ടാണ്. 4A 3 സിലിണ്ടർ അതൊരു നല്ല സൗണ്ടാണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നിരത്തിലുള്ള 3 സിലിണ്ടറുകളൊന്ന് കമ്പയർ ചെയ്താൽ, അതായത് SUV-കളെ അല്ലെങ്കിൽ കോമ്പാക്ട് SUV-കളെ അല്ലെങ്കിൽ കുറച്ചും കൂടി ചെറിയ SUV-കളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിസാൻ മാഗ്നറ്റ്, കൈഗർ, അതല്ലെങ്കിൽ നമ്മുടെ 1 ലിറ്റർ ഫ്രോങ്സ് SUV എന്നല്ല എന്നാലും ഫ്രോങ്സ് അങ്ങനെയുള്ള വണ്ടികളായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ഈ ഒരു ഫോക്സ്വാഗൺ സ്കോഡ വണ്ടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങൾ ഗജാന്തരമാണെന്ന് മനസ്സിലാവും. അതിൻ്റെ ഡ്രൈവബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ
റിഫൈൻമെൻറ്റ്. ഇപ്പോൾ ഫ്രോങ്സ് കുറച്ചുകൂടി റിഫൈൻഡ് ആണ്, അതുപോലെയല്ല നിസാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതുപോലെ റെനോ എന്ന് പറയുന്നത്. എന്നാൽ കൂടി ഈ വണ്ടി ഓടിക്കാൻ നല്ല രസമുണ്ട്. ഇതൊരു 1 ലിറ്ററാണ് ഓടിക്കുന്നത് ഒരു ലേമാൻ പെർസ്പെക്റ്റീവിൽ വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല, ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മൾ കാലോട് ഓടിക്കുമ്പോൾ മാത്രമേ ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കുള്ളൂ, ആ ഒരു 3 സിലിണ്ടറിൻ്റെ ക്യാരക്ടർ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഓടിച്ചുകൊണ്ടൊക്കെ രസമാണ്. അപ്പോൾ ഈ ഗിയർ ബോക്സും കൂടി വന്നപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി കൂടി കൂടിയപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് കുറച്ചും കൂടി പ്രാപ്യമായി എന്നുള്ളതാണ്. കാരണം മൈലേജ് കൂടുക എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് ചെറിയ പൈസയ്ക്ക് പെട്രോൾ അടിച്ച് ഓടിച്ചുകൊണ്ടാണ്. ടർബോ പെട്രോളിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? മൈലേജ് കുറവാണ്. അത് എപ്പോഴാണ് കുറയണത്? ടർബോ സ്പൂൾ ആകുമ്പോഴാണ്. അത് എപ്പോഴാണ് സ്പൂൾ ആവുക? 2000 RPM മുകളിലേക്കാണ്. അപ്പോൾ 8 സ്പീഡിൽ ഈ വണ്ടി 70-75 കിലോമീറ്റർ സ്പീഡ് പോകാൻ 2000 RPM എത്തേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ ടർബോയെ നമ്മൾ കാര്യമായിട്ട് പണിയെടുപ്പിക്കുന്നില്ല. ടർബോ ചെറിയ തോതിൽ ഇങ്ങനെ സ്പിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കാര്യമായിട്ട് ഫ്യൂൽ ഊറ്റി കുടിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഗുണമാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഈ വണ്ടിയുടെ ഒരു പവർഫുൾ വേർഷൻ വേണമെന്നൊരാൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, നെടുപിടി കൊണ്ട് മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ എനിക്കൊരു മോൻ കൂടിയുണ്ട്, അതാണ് 1.5 DSG. ഓക്കെ, 1.5 വിത്ത് DSG. എന്തായാലും നിങ്ങളുടെ ചോയ്സ് ഏതാ? 1 ലിറ്റർ ആണോ 1.5 ആണോ? എൻ്റെ എനിയുടെ 1.5 ആണ്. പക്ഷേ മൈലേജ് വേണമെങ്കിൽ 1 ലിറ്ററേക്ക് പോകുന്നതുകൊണ്ട് തരക്കേടില്ല എന്നുള്ളതാണ് പറയാം. അപ്പോൾ ഓടിക്കാൻ രസമുള്ളൊരു വണ്ടിയാണ് നോക്കുന്നത്, ഒരു ഹാച്ച് ബാഗിൻ്റെ സ്വഭാവമുള്ള ഒരു കോമ്പാക്ട് SUV ആണ് നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല ഒരു ഓപ്ഷനാണ്. എനിക്ക് ഈ ഒരു പാക്കേജ് പോളോയിൽ കിട്ടിയിരുന്നപ്പോൾ, അതായത് 1 ലിറ്റർ വിത്ത് 6 സ്പീഡ് ടോർക്ക് കൊണ്ട് കിട്ടിയിരുന്നപ്പോൾ തന്നെ ഓടിക്കാൻ നല്ല രസമായിരുന്നു. അത് 8 സ്പീഡ് ആയപ്പോൾ എഫിഷ്യൻ്റ് കൂടി ആയെന്നാണ് പറയാനുള്ളത്. അതായത് ഇതിൻ്റെ ആദ്യത്തെ റേഷ്യോസ് എന്ന് പറയുന്നത് ഫ്യൂൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് അവർ ഒന്നുകൂടി ട്യൂൺ ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ ആദ്യ 4 റേഷ്യോസിൽ നമുക്ക് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. അതായത് സിറ്റി സ്പീഡിലൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്ത് കയറി അടുത്ത ഗിയറിലെത്തി നമുക്ക് ഓടിക്കാൻ പറ്റുന്നുള്ള പറയുന്നത്. അപ്പോൾ ആ ഒരു ടോർക്ക് കൺവെർട്ടറിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ചെറിയ സ്പീഡിലും വണ്ടി നല്ല ഡ്രൈവബിൾ ആണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ ആ ബീപ്പ് കേൾക്കുമ്പോഴാണ് ഓക്കെ സ്പീഡ് 80 ആയോ എന്നറിയുള്ളൂ. അപ്പോഴും RPM 1400 RPM തത്തിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആഹാ. എന്തായാലും വളരെ കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ. ഈ വണ്ടിയെക്കുറിച്ച് അനർഘ നിർഗളം ഒന്നും പറയാനില്ല. കാരണം ഇവർ ഒരുപാട് മാറ്റങ്ങളുമായിട്ടല്ല ഫേസ് ലിഫ്റ്റ് കൊടുക്കുന്നത്, വളരെ മൈന്യൂട്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ആ മാറ്റത്തിൽ ഏറ്റവും വലിയ മാറ്റം ആ ഗിയർ ബോക്സ് ആണ്. അപ്പോൾ എന്തായാലും ഓടിക്കാൻ രസമുള്ള, ഓടിക്കാൻ ഫണ്ണുള്ള ഒരു ചെറിയ വണ്ടി. 11 ലക്ഷം രൂപ ഷോറൂമിൽ നിങ്ങൾക്ക് മാനുവലേ കിട്ടുള്ളൂ. പക്ഷേ കുറച്ചുകൂടി കാശ് കൊടുത്ത് ബേസ് മോഡൽ ഓട്ടോമാറ്റിക് മേടിച്ചാലും മതി എന്നുള്ള നിലയ്ക്കാണ് ഈ ടോർക്ക് കൺവെർട്ടറിനെ, ഈ 8 സ്പീഡിനെ ഞാൻ കാണുന്നത്. കാരണം ഫീച്ചേഴ്സിൻ്റെ ഒരു വലിയ വ്യത്യാസങ്ങളില്ല. അപ്പോൾ ടോപ്പ് എൻഡ് ആണെങ്കിലും ബേസ് മോഡലാണെങ്കിലും എനിക്ക് തോന്നുന്നു വലിയ കാര്യമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ മാത്രം അത്ര എണ്ണം പറഞ്ഞ ഫീച്ചേഴ്സൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു രണ്ടാമത്തെ വേരിയൻറ്റോ മൂന്നാമത്തെ വേരിയൻറ്റോ വാങ്ങിയാലും ഹാപ്പി ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാമെന്നുള്ളതാണ്. അതാണ് ടൈഗോണിൻ്റെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജും അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വലിയ വണ്ടികളുമായിട്ട് സാമ്യമുണ്ട് ഫോക്സ്വാഗണിൻ്റെ. പിന്നെ ഈ വണ്ടിക്ക് ഇപ്പോൾ പനോരമിക് സൺറൂഫ് വന്നു എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി കൂടി എയറി ഫീൽ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു വെന്റിലേറ്റർ സീറ്റ് വേണം കാണാം. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു വണ്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു 1 ലിറ്റർ ആണ്. എന്നാൽ ഫോക്സ്വാഗൺ സ്കോഡ വണ്ടി വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ടൈഗൺ ടെസ്റ്റ് ചെയ്തേക്കോ. സ്കോഡ കുശാക്കിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ ടൈഗണിൽ ഞാൻ കണ്ടു. അതെന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് റിഫൈൻമെൻ്റ് ആണ്, മറ്റൊന്ന് പറയുന്നത് എനിക്ക് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ഡിസൈനും ഇതിനകത്തിരിക്കുമ്പോൾ ഒരു പ്രീമിയം ഫീൽനെസ് ഒക്കെ ഇഷ്ടമാണ് എന്നുള്ളതാണ്. ഫീൽനെസ് അല്ല ഫീൽ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ശരി, കാണാം.